ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഞാൻ ഒപ്പിച്ച പരിപാടിയെല്ലാം കാണിക്കലാണ് ഗൈസ്. സോ ഗൈസ്, നിങ്ങൾ കാണുന്ന പോലെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല, എല്ലാം ഞാൻ ഊരി വെച്ചേക്കുവാണ്. കണ്ടാ, എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. എല്ലാം അടിച്ച് തിരിച്ചെൻ്റെ തട്ടകത്തിലേക്ക് കയറ്റി വെക്കട്ടെ. സോ ഗൈസ്, കഴിഞ്ഞ തവണ ഞാൻ ഈ കുറേ പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം ഇതിൻ്റെ അകത്താണ് വെച്ചേ. അതാണ് ഗൈസ് ഇങ്ങനെ എല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ച്. ചുമ്മാ എന്തിനാണെന്ന് എന്നോട് ചോദിക്കില്ല, ഞാനൊരു ഫ്ലോയ്ക്ക് എല്ലാം എടുത്ത് അതിൻ്റെ അകത്ത് തന്നെ വെച്ച്. ഒരു ഫ്ലോയിൽ അങ്ങനെ എല്ലാം എടുത്ത് വെച്ചതാണ് ഗൈസ്. എന്തായാലും എനിക്ക് സ്മെൽറ്റ് ചെയ്യാൻ കുറച്ചുണ്ട്, സ്മെൽറ്റ് ചെയ്യട്ടെ. ഗോൾഡ് എനിക്ക് ഇച്ചിരി സ്മെൽറ്റ് ചെയ്യാനുണ്ട് ഗൈസ്. എന്നോടൊന്നും പറയണ്ട എൻ്റെ അമ്മോ. ആ കേവി ഞാൻ വീണ്ടും പോയി ഗൈസ്, 2 തവണ എത്ത് ഗൈസ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഗോൾഡും അയണും റെഡ് സ്റ്റോൺ ടെസ്റ്റും വേണമായിരുന്നു. ഒരു സാധനം കാണിക്കാൻ വേണ്ടിയാ ഗൈസ്. കണ്ടോണേ, 3, 2, 1 വൂയിഷ്. കണ്ടോ ഗൈസ്, കണ്ടോ? ഞാൻ ഇവിടെ മൈൻ കാർട്ട് സെറ്റ് ചെയ്ത്. കണ്ടോ ഗൈസ്, എങ്ങനെയുണ്ട്? സീനില്ലേ? നല്ല സ്പീഡാ ഗൈസ്. തിരിച്ച് കയറി വരാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് ഗൈസ്. അത് ഗൈസ്, ഈ താഴോട്ട് ഞാൻ മൈൻ ചെയ്തപ്പോൾ ഫുള്ളും വളവും ഇതൊക്കെ കൊടുത്തിട്ടേ അത് കാരണം തിരിച്ച് കയറി വരാൻ പറ്റില്ല, പാടാ. ഇത് ഞാൻ മൈൻ കാർട്ട് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ് ഗൈസ്. ഫർണസ് ഇത് ഈ കാണുന്ന റെയിലൊന്നും ഞാൻ ക്രാഫ്റ്റ് ചെയ്തു. ഞാൻ ആകെ ക്രാഫ്റ്റ് ചെയ്തതുകൊണ്ട് ഈ പവർ റെയിൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കണ്ടോ ഗൈസ്, പവേർഡ് റെയിൽ മാത്രമേ ഞാൻ ക്രാഫ്റ്റ് ചെയ്തുള്ളൂ. എനിക്കൊന്നും പറയണ്ട എൻ്റെ അമ്മോ. 4-5 മണിക്കൂർ ഞാൻ മൈനിങ് ആയിരുന്നു ഗൈസ്. എത്ര നേരത്തെ മൈനിങ്ങിൽ ഒടുകയാണെന്നോ ഒന്ന് സെറ്റായത്. ഭയങ്കര കഷ്ടമായിരുന്നു ഗൈസ്. ഓക്കെ, ഒരു ഭയങ്കര. സോ ഗൈസ്, ഞാൻ കാണിച്ചു തരാം. കിട്ടില്ല, സെറ്റപ്പാ, അങ്ങ് അടി വരെ പോവും. സോ ഗൈസ്, പവർ റെയിൽ ഞാൻ എത്ര ഉണ്ടാക്കിയ സോ ഗൈസ്, ഞാൻ 45 സംതിങ്ങേ ഉണ്ടാക്കിയുള്ളൂ. 45 തോന്നുന്നു. 45 പവർ റെയിലേ ഉണ്ടാക്കിയുള്ളൂ. എൻ്റെ അമ്മ, ഞാൻ ഒരു വിധമായി ഗൈസ്. കാരണം ഈ പിന്നെ കപ്പിൾ സ്റ്റോൺ മൈൻ ചെയ്യണ്ടായിരുന്നു. ബട്ട് ഈ ഓറ് മൊത്തം മൈൻ ചെയ്യലായിരുന്നു ബുദ്ധിമുട്ട്. അയൺ പിന്നെ കുറേ ഇരിക്കുമല്ലേ കയ്യിൽ. അയൺ പിന്നെ ഒരു വിഷയമല്ലായിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്ന അയൺ എൻ്റെ 2ാമത്തെ സ്റ്റാക്കാ. അല്ലാതെ ഞാൻ അയൺ മൈൻ ചെയ്തത് നിങ്ങളെ കാണിച്ചില്ലായിരുന്നു. ആ മൈനിങ്ങിൽ എനിക്ക് എത്രയായിരുന്നു? എത്ര 70 സംതിങ്ങോളം അയൺ ഉണ്ടായിരുന്നു ഗൈസ്. അതെല്ലാം അവിടെ കഴിഞ്ഞ് ഇപ്പോഴും എൻ്റെ കയ്യിൽ അയണുണ്ട് ഗൈസ്. അത്ര അയണുണ്ട് എൻ്റെ കയ്യിൽ. എനിക്ക് ആകെ ഉണ്ടാക്കേണ്ട വന്ന ഈ അയൺ മൊത്തം ഉപയോഗിക്കേണ്ട വന്നത് പവർ റെയിലിൻ്റെ സമയത്താണ്. മറ്റേ റെയിൽ ഉണ്ടാക്കാൻ എനിക്ക് ഒന്നും വേണ്ട വന്നില്ല. കാരണം മൈൻ ഷാഫ്റ്റിലെ റെയിൽ മൊത്തം നമ്മൾ പറിച്ചെടുത്തായിരുന്നല്ലോ, അത് കാരണം. സോ ഗൈസ്, നമ്മൾ ഓടിക്കാൻ പോവുകയാണ്. നിങ്ങൾ കണ്ടോ? 3, 2, 1 ഗോ. ഇനി എന്ത് പറ്റുമെന്നൊന്നും എന്നോട് ചോദിക്കില്ലേ. ഇപ്പം നമ്മൾ താഴെ എത്തും, അത്രേ ഉള്ളൂ. കണ്ടോ ഗൈസ്, സോ ഫാസ്റ്റ് അല്ലേ? ഇപ്പം നിങ്ങൾ ചോദിക്കും തിരിച്ചു പോകത്തില്ല ഗൈസ്. ഇവിടെ ഒരു കപ്പിൾ സ്റ്റോൺ വെക്കണം. പിന്നെ നിങ്ങൾക്ക് പല ട്വിസ്റ്റുകളും കൊണ്ട് കാണിച്ചു തരാം. പക്ഷേ നിങ്ങൾക്ക് അറിയാത്ത ഒരു ട്വിസ്റ്റ് ഉണ്ട്. നോക്കിക്കോ. 3, 2, 1. ഞാൻ ഒരു പാരറ്റിനെ ടൈം ചെയ്തേ. ആ പാരറ്റ് പോയാ കറക്റ്റ് ടൈം ചെയ്തെന്ന് പറഞ്ഞപ്പോൾ. സോ ഇത് അതൊക്കെ ഞാൻ കാണിക്കാൻ വെച്ചിരുന്ന സാധനമാണ്. ഈ പാരറ്റ് പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചു. സോ ഇത് ഞാൻ ഇറങ്ങിയ ഒരു മൈൻ ഷാഫ്റ്റിൻ്റെ അവസ്ഥയാണ്. ഈ മൈൻ ഷാഫ്റ്റിലെ കോപ്പ് അത് കാണുന്ന കേസ് എൻ്റെ ഇതുണ്ടോ. ഇതൊക്കെ എൻ്റെ ബഡ്ഡികളാണ്. ഇവന്മാരുടെ പേരെന്തുവാ? ഇവന് ഞാൻ പേരിട്ടായിരുന്നല്ലോ. കണ്ടോ കേസ്, ബൈ പാരറ്റ്. കണ്ടോ, എനിക്കിപ്പോൾ 2-3 പാരറ്റ് ഉണ്ട് കേസ്. എനിക്ക് ഉറപ്പാണ് 2-3 പാരറ്റ് ഉണ്ട് എനിക്ക്. അയ്യോ പോയി, അയ്യോ മക്കള് പോയി. സോ ഗൈസ്, എങ്ങനെയെങ്കിലും ഞാൻ അതിനൊന്ന് പിടിക്കട്ടെ. എന്തായാലും അത് അവിടെ പോയി നിൽക്കും. പിന്നെന്താണ്, കേറാൻ പറ്റ് റൈഡ് പോട്ടെ. ഉയ്, ഇച്ചിരി സമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ഗൈസ്. വെയിറ്റ്, ഇപ്പം അത് പോയി അവിടെ താഴെ കിടക്കും.
സോ ഗൈസ് ഇതുണ്ട്, ഇവിടെ ഒന്നും ഈ സാധനം കയറിപ്പോത്തില്ല ഗൈസ്, അതാണ് ബുദ്ധിമുട്ട്. ഈ വളവ് കണ്ടോ, ഈ വളവ് കഴിഞ്ഞിട്ട് ഇതുണ്ട്, ഇങ്ങനത്തെ വളവ് വരുമ്പോൾ പ്രശ്നമാണ്. ഇവിടെ ഒക്കെ കയറിപ്പോവും, കാണിച്ചു തരാം. ഇവിടെ നിന്നൊക്കെ കയറും, ഇവിടെ നിന്ന് സുഖമായിട്ട് കയറിപ്പോവും. ഇനി തൊട്ട് മുമ്പ് വരെ കയറത്തില്ല. പിന്നെ നമുക്ക് ഇവിടെ നിർത്തിപ്പിക്കാനും പറ്റത്തില്ലല്ലോ, കാരണം പിന്നെ ഇറ്റ്സ് ബേസിക്കലി എ പ്രോബ്ലം. ഒറ്റ കയറ്റം കണ്ട, താഴെ പോയി കിടക്കും. എന്ത് മേളിപ്പോയത് സോസ് ഒന്നെങ്കിൽ അത് ഏറ്റവും മുകളിലെത്തി, അല്ലെങ്കിൽ അത് ഇതുണ്ടാകും. ഊഹിക്കാവുന്നേ ഉള്ളൂ. സോ ഗൈസ് ഇതാണ് കുഴപ്പം. തിരിച്ച് കയറാണെങ്കിൽ നടന്ന് തന്നെ കയറണം, അല്ലെങ്കിൽ ഇവിടുന്ന് ഇത്രയും കയറണം. പോട്ടെ, ഇവിടെ വന്നിട്ട് ഈ മൈൻ കാർട്ട് പ്ലേസ് ചെയ്ത് അപ്പോഴേ കയറിക്കോണം. ബ്രേക്ക് കിട്ടത്തില്ല കേട്ടോ, ഭയങ്കര സ്പീഡിൽ പിന്നെ പോകും. റൈഡ് നോക്കണ്ടേ, അങ്ങ് മേള് വരെ പിന്നെ എത്തത്തില്ല. അതുകൊണ്ട് ഈ വിളവ് വന്ന് പിന്നെ നിൽക്കും. എനിക്കറിയാം ഇവിടെ പിന്നെ ഒരു വിടവുണ്ട് ഗൈസ്, ഇവിടെ വന്ന് വീണ്ടും നിൽക്കും. വീണ്ടും ഒരു അടിച്ച് വീണ്ടും കയറ്റി. ഇനിയും വേണമെങ്കിൽ കയറും ഗൈസ്, എനിക്ക് ഉറപ്പാണ്. ഇനിയും വേണമെങ്കിൽ കയറിക്കോളൂ. ഇവിടുന്ന് കയറ്റാം. റൈഡ് റൈഡ് ഇവിടുന്ന് കയറുമെന്നാണ് ഗൈസ് എൻ്റെ പ്രതീക്ഷ. നോക്കാവേ. കയറി കണ്ടോ, ഇത്ര കയറത്തുള്ളൂ ഗൈസ്. നമ്മൾ ഇടയ്ക്ക് ബ്രേക്ക് ചെയ്ത് പ്ലേസ് ചെയ്ത്, ബ്രേക്ക് ചെയ്ത് പ്ലേസ് ചെയ്ത് കഷ്ടപ്പെടണം. ഇറങ്ങുമ്പോൾ വേറെ ലെവല് സ്പീഡിൽ ഇറങ്ങും ഗൈസ്, സീൻ അതൊക്കെ. പിന്നെ ഗൈസ് എന്തുവാ, ഒരു വലിയൊരു ട്വിസ്റ്റ് കയ്യിലിരിക്കുന്നുണ്ട്. ഗൈസ് മൈൻ ഷാഫ്റ്റിൽ ഞാൻ പോയതിൻ്റെ കാണിച്ചു തരാവേ. ഇതുണ്ട്, ഇത്രയും കോബ്വെബ് കിട്ടി ഗൈസ്. കോബ്വെബ് ഇത് ചെയ്ത് സ്ട്രിങ് കിട്ടി. മൈൻ ഷാഫ്റ്റിലെ ചെസ്റ്റാണ്. ഇതുണ്ടോ ഗൈസ്, ഇത് മൊത്തം ഞാൻ കഷ്ടപ്പെട്ട് എത്ര 64 സ്റ്റാക്ക് വുഡ് ഓക്ക് ഞാൻ തപ്പിപ്പോയി ഗൈസ്. നമ്മൾ ജംഗിളിൻ്റെ അടുത്താണ്, ഇവിടെ ജംഗിളെ പെട്ടെന്ന് കിട്ടത്തുള്ളൂ. ഇതുണ്ടോ, എനിക്കാണെങ്കിൽ ആ ഏരിയ ലോക്കുണ്ട്. ഞാൻ ഇതുവരെ കണ്ടില്ല. ഞാൻ ഇങ്ങോട്ടാ മൈനിങ് എന്നും പറഞ്ഞു പോയേ, അങ്ങോട്ടാ കഴിച്ച് ഞാൻ മൊത്തം പോയേ. എത്ര ആഴത്തേക്ക് വന്നോ. സോ ഗൈസ് നമുക്കൊരു വണ്ടറിങ് ട്രേഡറിനെ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് വണ്ടറിങ് ട്രേഡറിനോട് ചോദിക്കാം, തുമാരെ നാം ക്യാ ഹേ ട്രേഡ് ചോദിക്കാം, എൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടത്. അമ്പട പുളുസു ഒന്നുമില്ല ഗൈസ്, കയ്യിലുള്ളത് ഇതും ഇത്. അയ്യേ എനിക്ക് വേണ്ട, ഐ ഡോണ്ട് വാണ്ട് യു ഗോ. നിന്റെ മാളി ഇരിക്കാൻ പറ്റുമോ? ഇപ്പം എന്നെ തല്ലി കൊല്ലു, എനിക്ക് വേണ്ട. ഓടിയാനെ തല്ലി കൊല്ലു അവിടെ. സോ ഗൈസിനെ കൊല്ലുമ്പോൾ ലീഡ് കിട്ടും. ഞാൻ ലീഡിന് വേണ്ടിയാണ് കൊല്ലുന്നത്. ലീഡ് ഇട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു ആനിമലിനെ നിങ്ങൾക്ക് കാണിച്ചാൽ, ഇവിടെ നിൽക്കുന്ന ബാമ്പുവിൻ്റെ വളർച്ച കാണുമ്പോഴേ നിങ്ങൾ മനസ്സിലാവും ഇവിടെ ഒന്നും ഇല്ലായിരുന്ന ബാമ്പുകളാണ്. ഇവിടെ ഉണ്ടായിരുന്ന 2 ബാമ്പു ഞാൻ പൊട്ടിച്ച് ഗൈസ്. അതിൻ്റെ പരിണാമമായിട്ട് വന്ന 2 ബാമ്പുവിൻ്റെ 3 ഗൈസ് ട്വിസ്റ്റ് കണ്ടോണേ. 3, 2, 1 നോക്ക് ഗൈസ്, എൻ്റെ പുതിയ പാൻഡ. ബൈ പാൻഡ. ഇതാണ് ഗൈസ് എൻ്റെ പുതിയ പാൻഡ. ഉണ്ടോ, ബാമ്പു കാട്ടിൽ ജീവിക്കും. ഗൈസ് ഇത് പിന്നെ നമ്മളുടെ ഈ പാൻഡയുടെ അപ്ഡേറ്റ് ഇതുണ്ടോ, പാണ്ട ബൈ പാണ്ട. യെസ്, പവറാണ് ഗൈസ്, പവർ. സോ ഗൈസ് ഇവിടെ ഒരു ആൻവില് കാണും. അതാണ്ട ഗൈസ് ആൻവില്. ഇവർക്കൊക്കെ പേരിട്ട ആൻവിൽ എന്നാ ഗൈസ്. ഇതെന്താണ് ഞാൻ പൊങ്ങാത്ത, ഈ കുഴിപ്പെട്ടു പോയ ഞാനും എൻ്റെ പാണ്ടക്കുട്ടൻ്റെ കൂടെ. യെസ് ഗൈസ്, പാണ്ടക്കുട്ടൻ്റെ കൂടെ ഞാൻ പെട്ടുപോയി ഗൈസ്. ഇനി ഞാൻ ഇങ്ങനെ പുറത്ത് വരുവാവോ? കയ്യിലൊരു തുള്ളി ബ്ലോക്കില്ല. എന്ത് കോഞ്ഞാട്ടത്തിലാണ് ചാടി ഇതിൻ്റെ അകത്തേക്ക്. വഴിയുണ്ട് ഗൈസ്, ബട്ട് ഈ ബാമ്പു. സോറിടാ ചക്കു, നിന്റെ ബാമ്പുവിനെ ഞാൻ കൊല്ലുക. എടുത്തു ഞാൻ എൻ്റെ ബാമ്പുവിനെ ഞാൻ എടുത്തു. ഇവനിലേ ചാടിപ്പോവും. ഇവന് ബാമ്പു വേണം. ഇവന് 3 ബ്ലോക്ക് ബാമ്പുവിൻ്റെ. ഞാൻ വീണ്ടും വീണോണ്ടിരിക്കുക. പിന്നെ ഇവിടെ ബാമ്പു വെക്കണം, ഇല്ലെങ്കിൽ റിസ്ക്കാ. ചാടിപ്പോവും.
അതിനാണ് കേസ് ഞാൻ വീടും തപ്പി നടന്നത്. എനിക്കിവനെ ഒന്ന് ട്രാൻസ്പോർട്ട് ചെയ്യണം. അയ്യോ ഇരുട്ടായി, മോബ് വരും. അയ്യോ ഡോർ ക്ലോസ് ചെയ്തിട്ടില്ല, എല്ലാം കയറി വരും അകത്തോട്ട്. അയ്യോ പറയാൻ പറ്റത്തില്ല, എല്ലാം കയറി വന്നോ? ഈശ്വര ഒന്നും കയറി വന്ന് കാണല്ലേ, ഒന്നും കയറി വന്ന് കാണല്ലേ. കയറിയില്ല, എല്ലാം ചത്ത് തീരുമ്പോൾ നമുക്ക് മുകളിലേക്ക് പോവാം. ആ പിന്നെ ഗൈസ് ഒരു വേറെ ട്വിസ്റ്റ് കൂടെ ഉണ്ട്. ഇപ്പം മുകളിൽ പോയാൽ പറ്റും. കത്തിയും പിടിച്ചോണ്ട് പോകും. ആരുമില്ല. സോ ഗൈസ് ഞാൻ അതെൻ്റെ ആ വീട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഗൈസ്, കുഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ അതെൻ്റെ മൈനിങ് പ്ലേസും അതിന് പകരം ഞാനൊരു വീട്, ഒരു അണ്ടർഗ്രൗണ്ട് വീട് തന്നെയാണ്, അത് പണിയാനുള്ള പുറപ്പാടിലായിരുന്നു. ലാസ്റ്റ് ഐ ബിഗെയിം ദിസ്. കണ്ട സീനല്ല, എല്ലായിടത്തും വിളിച്ചു വയ്ക്കണ്ട, അതൊന്നും ഓർത്ത് നിങ്ങൾ മേടിക്കണ്ട. അതിന് ട്രിക്ക് ഞാൻ ചെയ്തു. ഒന്നുമില്ല, നേരെ പോവുക, ഇങ്ങനത്തെ ഒരു ഗ്യാപ്പ് വരിക, ടോർച്ച് എടുത്ത് വെക്കുക. ആ ടോർച്ച് ഇപ്പം ഞാൻ എടുത്തിരുന്നെങ്കിൽ ഞാൻ വെച്ചേരാം കേട്ടെ. ഇതുണ്ട്, ഇത് ഡബിൾ ബ്ലോക്കാണ് ഗൈസ്. ഇതെന്തിനാന്ന് വെച്ചാൽ അടിയിൽ ഞാൻ ഇതൊരു ഫ്ലോറിങ് ചെയ്തിട്ടില്ല, അതൊക്കെ ചെയ്യണം. അതൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡ് ചെയ്യും. ഈ എപ്പിസോഡ് ചുമ്മാ എന്തൊക്കെ ഞാൻ ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഗൈസ്. അടുത്ത എപ്പിസോഡിൽ I will show you guys the full thing. Okay guys, so stay tuned to find it out. പിന്നെന്തായിരുന്നു, ഷുഗർ കെയിൻ നട്ട് ഗൈസ്. ഞാൻ ഇതൊരു ക്രീപ്പർ എൻ്റെ ഫ്രണ്ടിൽ വെച്ച് പൊട്ടിച്ചതാണ്. കുറേ നാളായല്ലോ പൊട്ടിയിട്ട്, ഞാൻ ഇതൊരു ശരിയാക്കിയിട്ടില്ല, അതെൻ്റെ കുഴപ്പം. പിന്നെ ഗൈസ്, പിന്നെ ഞാൻ എന്തോ കാണിക്കാന്ന് വല്ലതും ഉണ്ടോ? അവിടെ ഒന്നുമില്ല. ഇതുവരെ ഒരു കാര്യം ചെയ്തില്ല ഗൈസ്, ഒരു ആയുധം ഉണ്ടാക്കിയില്ല. It's time to make something awesome. Diamond pickaxe. Yes, I did it. So guys, diamond pickaxe. Okay. വേറെ ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. എന്താ ഒരു ഡയമണ്ട് കൂടെ വേണം. എനിക്ക് സോഡൊന്നും ഉണ്ടാക്കണം, സോഡൊക്കെ ആകുമ്പോൾ ഗൈസ് സോഡൊക്കെ ആയി. പിന്നെ വലിയ മോബ്സിൻ്റെ ശല്യം ഉണ്ടാകുമോ? പേടിക്കണം, അതെന്തായാലും പേടിക്കണം. അതാണ് ഗൈസ്, മോബ്സിൻ്റെ ശല്യം ഈയിടെയായിട്ട് കുറവുണ്ടെന്നേ ഉള്ളൂ ഗൈസ്. സോ ഗൈസ്, മോബ്സിൻ്റെ ശല്യം കുറവാന്നേ ഉള്ളൂ, വലിയ ഇതൊന്നും ഇല്ല. പിന്നെ ഞാൻ എന്തായിരുന്നു പറയാൻ വന്നത്, താഴത്തെ കേവ് മൊത്തം ഞാൻ ലൈറ്റപ്പ് ചെയ്ത് ഗൈസ്. ഇത്ര കോള് വേണ്ട വന്നെന്നോ, ഒരു സ്റ്റാക്ക് കോളും ഒരു സ്റ്റാക്ക് സ്റ്റിക്കും കൊണ്ട് ഞാൻ അങ്ങ് പോയി. അപ്പോൾ എന്തോ എൻ്റെ കയ്യിൽ 4 സ്റ്റാക്കല്ലേ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്, ടോർച്ച് ഫുള്ളും തീർത്തു. എന്നാലും കുറച്ചൊക്കെ എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട് കുറച്ച്. ഇവിടെ ഒരു 35 ഉണ്ട് ബാക്കി. അയ്യോ ഗൈസ്, എൻ്റെ ഒരു സ്റ്റാക്ക് ടോർച്ച് മൊത്തം മൈൻ ഷാഫ്റ്റിലെ ചെസ്റ്റ് ഇരിക്കുമോ ഗൈസ്, സ്ഥലം കൂടിയിട്ട് ഞാൻ അവിടെ വെച്ച്. എൻ്റെ അമ്മോ പൊട്ടത്തിലായി. താഴോട്ട് പോകേണ്ട വരുമല്ലോ, വേണോ? അല്ല ഗൈസ്, താഴത്തെ ഇതിലേക്ക് പോകേണ്ട വരുമോ? ഓ അതൊന്നും വേണ്ട ഗൈസ്, അതൊക്കെ ഇനി നമ്മുടെ വീട് പണിയുടെ ഇതൊക്കെയാണ്. വീട് ഫുള്ളും പണിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇറ്റ്സ് മീ, bye, signing off from IzzardYX Pro Gaming. Please like, share and subscribe. Da.